നമസ്കാരം. ആസ്ട്ര യൂണിവേഴ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്ന ഒരു കാളി ഭഗവതിയുടെ മന്ത്രമാണ്. ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ ആളുകൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു ശക്തമായിട്ടുള്ള മന്ത്രമാണ്. വിവാഹം ആയിക്കോട്ടെ, ജോലി, അതുപോലെ തന്നെ ശത്രുക്കളുടെ ഉപദ്രവം, അതുപോലെ തന്നെ ആഭിചാര ദോഷങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, അതായത് നമ്മൾ ഏത് മേഖലയിൽ പോയി കഴിഞ്ഞാലും അവിടുന്ന് നമ്മളെ വലിച്ചെറിഞ്ഞ് കളയുന്ന ഒരു രീതി, നമ്മളെന്ത് തുടങ്ങുമ്പോഴും അത് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ. അതുപോലെ തന്നെ നമ്മൾ വളരെയധികം സ്നേഹത്തോട് ഭാര്യയും ഭർത്താവും ഒക്കെ ഒരുമിച്ച് കുറേ കാലം ജീവിച്ചാലും ആ ബന്ധങ്ങളിൽ അവർ പോലും അറിയാത്ത രീതിയിൽ അവരാഗ്രഹിക്കാതെ തന്നെ കലഹങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക, അതുപോലെ തന്നെ അടിക്കടി തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ആളുകൾ അഭിമുഖീകരിക്കുന്ന കുറേയധികം പ്രശ്നങ്ങൾ. നമ്മളെ സമീപിക്കുന്ന ആളുകളൊക്കെ ഇത്തരം കാര്യത്തിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണ്. അവരൊക്കെ പല പരിഹാരങ്ങളും നോക്കിയിട്ട്, അല്ലെങ്കിൽ അവരുടെ പണം നഷ്ടമാകുന്നതല്ലാണ്ട് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ അത്തരക്കാർക്കൊക്കെ ജപിക്കാൻ സാധിക്കുന്ന, നമ്മുടെ ഏതൊരു ആഗ്രഹത്തിന് മേലും ഒരു അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി, അതായത് നമ്മൾ അധ്വാനിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്നതിന് കൃത്യമായിട്ടൊരു ഫലം എല്ലാവർക്കും ലഭിക്കുന്ന പോലെ നമുക്കും ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന വളരെ ശക്തമായിട്ടുള്ള മന്ത്രമാണ്. ഈ മന്ത്രത്തിൻ്റെ ഫലങ്ങൾ നമുക്കങ്ങനെ നിർവചിച്ച് പറയാൻ സാധിക്കില്ല. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മന്ത്രമാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ കാളി ഭഗവതിയെ ആരാധിക്കുകയാണെങ്കിൽ നമ്മളുടെ എല്ലാ മേഖലകളിലും വളരെയധികം മത്സരങ്ങളും ചതിയും ഇതൊക്കെയുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പം ആളുകൾക്ക് പഴയ പോലെ, അല്ലെങ്കിൽ ആളുകളുടെ ചിന്താഗതികൾ, പ്രവർത്തനങ്ങളെല്ലാം മാറിയൊരു കാലഘട്ടമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ദേവതകളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ ആർക്കും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കാനോ സാധിക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു മന്ത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മന്ത്രത്തിന് നമ്മൾ ഭക്ഷണപരമായിട്ടുള്ള വ്രതങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടതില്ല. അതുപോലെ നിങ്ങളത് നിത്യ ജപത്തിനായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കേവലം 21 തവണ മാത്രം നിത്യമായിട്ട് ചെയ്താൽ മതിയാവും. അതല്ല, നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം തിരഞ്ഞെടുക്കുക. ചൊവ്വ അല്ലെങ്കിൽ വെള്ളി ദിവസങ്ങൾ തിരഞ്ഞെടുത്ത ശേഷം നിങ്ങൾക്ക് 108 തവണയോ സാധിക്കുമെങ്കിൽ 1008 തവണയോ നിങ്ങൾക്ക് ജപിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ആഗ്രഹത്തിന് മേളിൽ ഒരു വിജയം, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം കാളിദേവിയോട് പറഞ്ഞ ആ ആഗ്രഹം നിങ്ങൾക്ക് ഒരു തടസ്സവുമില്ലാതെ സാധിച്ചു കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു മന്ത്രത്തിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ അലട്ടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജ്യോതിഷപരമായിട്ടുള്ള പരിഹാരങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ സമീപിക്കാവുന്നതാണ്. നിങ്ങളുടെ ജനന വിവരങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ കൈരേഖയുടെ ഒരു ഫോട്ടോ നൽകിയാൽ നമുക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികം, തൊഴിൽ, വിവാഹം തുടങ്ങിയ കാര്യങ്ങൾ എപ്പോൾ നടക്കും, പ്രണയം ഉൾപ്പെടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ എപ്പോൾ നടക്കും, നിങ്ങളുടെ മുമ്പിലുള്ള തടസ്സം എന്താണെന്നവയെക്കുറിച്ച് കൃത്യമായി പരിശോധിച്ച് അതിനുള്ള പരിഹാരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു നൽകുന്നതായിരിക്കും. നമുക്ക് ഈ ഒരു മന്ത്രം എങ്ങനെയാണ് ജപിക്കുന്നത് നോക്കാം. ഓം ക്രീം കാളികായൈ നമോ നമ. ഇത്രയും ലളിതമായിട്ടുള്ള മന്ത്രമാണ്. ഇത് കാണാതെ പഠിച്ച ശേഷം നിങ്ങൾ ജപിക്കുക. 108 1008 ജപിക്കുക. ചൊവ്വ അല്ലെങ്കിൽ വെള്ളി ദിവസങ്ങളിൽ അങ്ങനെ ജപിക്കുന്നതാണ് നിങ്ങൾക്ക് നിത്യജപത്തിനേക്കാളും റിസൾട്ട് ലഭിക്കുന്നത്. അതായത് ഓരോ ദിനവും നിങ്ങൾ എല്ലാ ദിവസവും എല്ലാ മന്ത്രങ്ങളും ജപിക്കാതെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതാത് ദിവസങ്ങൾ നമ്മൾ പ്രീതിപ്പെടുത്തേണ്ട ദേവതകളെ ആരാധിച്ച് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരും. അതുപോലെ തന്നെ നമ്മളെ ഈ വീഡിയോസിൽ കുറേയധികം മന്ത്രങ്ങൾ ഇടുന്നുണ്ട്. അപ്പോൾ പല ആളുകളും എല്ലാ മന്ത്രങ്ങളും ജപിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മളൊരു ദിവസത്തിൽ ഒരു 2 മന്ത്രത്തിൽ കൂടുതൽ നിങ്ങൾ ജപിക്കാൻ പാടില്ല. അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഇടവേളകൾ എടുത്തിട്ട് വേണം ജപിക്കാൻ വേണ്ടിയിട്ട്. പൊതുവെ
പൊതുവായിട്ടുള്ള ഒരു ഫലങ്ങളും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ എന്താ പറയുക, സമയദോഷം മൂലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദോഷങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉച്ചാരണ തെറ്റ് കൊണ്ടോ നിങ്ങൾക്ക് ചിലപ്പം ഫലം ലഭിക്കാത്ത അവസ്ഥകളുണ്ടാകും. ചിലപ്പോൾ 1, 2, 3 മന്ത്രങ്ങൾ ഒരേ ഇരുപ്പിൽ പല മൂർത്തികളുടെ ജപിക്കുന്നവർക്കും ഫലം ലഭിക്കാനുള്ള സാധ്യതകളില്ല. അപ്പോൾ മന്ത്രജപം ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക. ഒരു ദേവതയുടെ നമ്മളുടെ സാഹചര്യങ്ങൾ നമ്മൾ വിലയിരുത്തുക. നമുക്ക് ഏത് ദേവതയാണോ ആ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ആ ഒരു മന്ത്രത്തിൽ അതിൻ്റെ ചിട്ടകൾ പറഞ്ഞത് നമുക്ക് ഏതാണോ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്, അതുപോലെ തന്നെ ആ മന്ത്രം നമുക്ക് തെറ്റുകൂടാതെ ജപിക്കാൻ സാധിക്കുന്ന മന്ത്രം ഏതാണ്, ഇവയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇവയൊക്കെ മനസ്സിലാക്കിയ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ മന്ത്രത്തെ ജപിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കിത് എഴുതി എടുത്ത് വെച്ച ശേഷം നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഏത് മന്ത്രത്തിലാണ് നമുക്ക് ഗുണം ലഭിച്ചതെന്നും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒരു നേരം ഒരു മന്ത്രം ജപിക്കാനായിട്ട് എന്ത് ചെയ്യുക, സമയം മാറ്റി വെക്കുക. പിന്നെ ആ മന്ത്രത്തിൻ്റെ ഫലത്തിൻ്റെ കാലാവധികൾ കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾ നിരീക്ഷിച്ച് നോക്കുക. എന്തെങ്കിലും ജീവിതത്തിൽ മാറ്റം വരുന്നുണ്ടോ? അങ്ങനെ മാറ്റം വരുന്ന മന്ത്രത്തെ നിങ്ങൾ കൂടുതലായിട്ട് എണ്ണം കൂട്ടി എന്ത് ചെയ്യുക, നിങ്ങൾ ജപിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുത്തുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഏവർക്കും ഇന്നത്തെ വീഡിയോ പറ്റിയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഈ ഒരു മന്ത്രജപവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ ഏവർക്കും നന്ദി.